അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക തരം കമൻറ്റിനുള്ള മറുപടിയാണ്. ഇത് എൻ്റെ ആദ്യത്തെ ചാനലിൽ ഇതുപോലെ ഒരു കമൻറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ ചാനൽ പതിയെ താഴോട്ട് കൊണ്ടുവന്നത്. കാരണം ആ സമയത്ത് ഞാൻ 2011 ആദ്യത്തെ ചാനൽ തുടങ്ങുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ടല്ലേ യൂട്യൂബിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഡൗൺ ആവും. അപ്പോൾ ഈ വന്നിട്ടുള്ള കമൻറ്റ് ഇതാണ്. എത്ര പേരാടോ സെയിം റെക്കോർഡിംഗ് വീഡിയോ ഇടുന്നത്? ഓക്കെ, ശരിയാണ്. ഒരുപാട് ആൾക്കാർ റെക്കോർഡിംഗ് വീഡിയോ ഇതുപോലെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ എത്ര പേരാടോ എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ഓരോ സ്ഥലത്ത് ബഹുമാനത്തോടെ ഇടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ബഹുമാനത്തോടെ ഇടോ എന്ന് വിളിച്ചതായിരിക്കും. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ് നിങ്ങൾ എടുത്തു നോക്കുക. തുച്ഛമായ സബ്സ്ക്രൈബറുള്ള എനിക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാൻ നോക്കിയേ? I lost 7.5 lakhs just a few days back. So 7.5 lakhs എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എല്ലാവരും ഇതുപോലുള്ള കണ്ടന്റ് ചെയ്തിട്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ? ഇദ്ദേഹം ഈ കമന്റ് ഇടുന്നതിന് മുമ്പാണ് ഈ വീഡിയോ കണ്ടിരുന്നെങ്കിലോ മിനിമം 7.5 lakhs എൻ്റെ ഒരു വീഡിയോ ഒന്നും അയാൾക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല അദ്ദേഹം. ഇത് എത്ര പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾ? ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുത്തു കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുത്തു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനിതെങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ചേട്ടനെ പോലെ ബുദ്ധിമാനായിരിക്കണം എന്നൊന്നുമില്ല. ഇതുപോലുള്ള കണ്ടൻറ്റ് ഇനി കാണുമ്പോൾ ചേട്ടൻ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള ഒരുപാട് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഇതിൽ വീഴുന്ന ആൾക്കാർ ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല. ഇത് അത്രയും ഡീപ്പായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡോക്ടർ എത്രയോ കോടിയാണ് നഷ്ടപ്പെട്ടത് കേരളത്തിൽ തന്നെ. അതുപോലുള്ള വലിയ വലിയ ആൾക്കാരാണ് ഇതിൽ വീഴുന്നത്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ പൊട്ടന്മാരായതുകൊണ്ടായിരിക്കും നമുക്ക് ഇതിനോട് സീരിയസ്നെസ് ഇല്ലാത്തത്. നമ്മളെ വിളിച്ച് CID CBI എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ CBI അല്ല ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ വീഴാത്തത്. ഇത് സീരിയസ് ആയിട്ട് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്ന, ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള ഒരു കോൾ വരുമ്പോൾ സീരിയസ് ആയിട്ടേ തോന്നും. അപ്പം നമ്മൾ ഇതുപോലുള്ള ഒരു കണ്ടന്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ നെഗറ്റീവ് പറയാണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വെറും ഇങ്ങനത്തെ സ്കാമുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാനൊന്നുമല്ല. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഒരു ചാനലുണ്ട്, ഇത് ഗാഡ്ജറ്റ്സ് പ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഇടുന്നത് എനിക്ക് ഡെയിലി എന്തെങ്കിലും, ഞാൻ പ്രത്യേകം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാറില്ലായിരുന്നു ആ ചാനലിൽ. എനിക്ക് വരുന്ന ഓരോ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്യുന്നതാണ് അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ മേജറായിട്ടുള്ള വീഡിയോസിൽ കമൻറ്റ്സ് വന്നിട്ടുള്ളത് അവർക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നാണ്. എൻ്റെ കണ്ടന്റ് ആർക്കും റെക്കമെൻഡേഷൻ വരില്ല, പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് വരും. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോവും സെർച്ചബിൾ കണ്ടന്റ് ആണ് ചെയ്യാൻ നോക്കുന്നത്. ആരെയും എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരു കണ്ടന്റ് അല്ല. സമൂഹത്തിൽ സഡനായിട്ട് ഇപ്പം നടക്കുന്ന ന്യൂസൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന, അത് ജെന്യൂനായിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇനി ഇഷ്ടമല്ലെങ്കിൽ ആ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത തവണ ഇതുപോലുള്ള, ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇപ്പം എനിക്ക് വരുന്ന കോളുകൾ ഞാൻ പരമാവധി ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറില്ല. വന്നത് ഇതേ സെയിം കണ്ടന്റ് ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. എത്ര കോൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ ഡിസ്ലൈക്ക് അടിച്ച് നിങ്ങൾ നിർവൃത്തി അണയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.